ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. തക്കാളിക്കായും ചക്കക്കുരുവും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 60ഓളം ചക്കക്കുരു തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. നീളത്തിൽ 2ആയിട്ട് കീറിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു കുക്കറിനകത്തേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞതും 3 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് അര ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കല്ലുപ്പാണ്. ഇപ്പോൾ ഈ ചക്കക്കുരുവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് പിന്നെ വേണമെങ്കിൽ ചേർക്കാം. ചക്കക്കുരു വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചക്കക്കുരുവിൻ്റെ മുകളിലേക്ക് വെള്ളം നിൽക്കുന്ന പോലെ വേണം ഒഴിക്കാനായിട്ട്. അത് ഞാനിപ്പോൾ 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വേകാനായിട്ട് വയ്ക്കാം. കുക്കർ അടച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കുക്കർ ഒന്ന് അടച്ച് വേകാൻ വയ്ക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 മുറി തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം. ക്രഷ് ചെയ്ത തേങ്ങ 1 കപ്പുണ്ട്. നമ്മുടെ 250 ml കപ്പിന് 1 കപ്പ് തേങ്ങയുണ്ട് അരയ്ക്കാനെടുത്തിരുന്നു. അതിലേക്ക് 4 ചെറിയ ചുവന്നുള്ളി. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കണം. കുക്കർ ഒന്ന് തുറന്ന് ചക്കക്കുരു വെന്തോന്ന് നോക്കാം. ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളിക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. മൂന്ന് മീഡിയം സൈസാണ്. അത് തീരെ കനം കുറച്ചല്ല, നീളത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിവിടെ ഈ ചക്കക്കുരുവിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി വിസിലൊന്നും അടുപ്പിക്കണ്ട. തക്കാളിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരു 2 മിനിറ്റ് വിസിൽ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് കുക്കർ തുറന്ന് തക്കാളിക്ക് വെന്തോന്ന് നോക്കാം. തക്കാളിക്ക് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് മാറി വരുന്ന പോലെ ആയിട്ടുണ്ട്. മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കഴുകി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറൊക്കെ കഴുകി 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഒഴിച്ചു കറിയാണല്ലോ, അപ്പോൾ ഇച്ചിരി ലൂസായിട്ടിരിക്കണം. തന്നെയല്ല ഇത് ചൂടാകുമ്പോൾ കുറച്ചുകൂടെ കുറുകുകയും ചെയ്യും. ചക്കക്കുരു വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പം സാറിന് നല്ല കട്ടിയായിക്കോളും. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഞാൻ ഇതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിക്കയുടെ പുളി ആവശ്യത്തിനുണ്ട്, അത് മതി. ഇനി നമ്മൾ ഈ കറി വെക്കുമ്പോൾ ജീരകം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത കൂട്ടത്തിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഈ കറിക്ക് നന്നായിട്ട് ചേരും. ഇത് പതിയെ ഒന്ന് തിളയ്ക്കാനായിട്ടായി വരട്ടെ. വെട്ടി തിളയ്ക്കണ്ട. ചെറിയ ബബിൾസ് വരുമ്പോൾ തീ നിർത്താം. എവിടെയായിട്ട് ഇങ്ങനെ തിളയ്ക്കാനായിട്ടുള്ള പത പോലെ വരുന്നുണ്ട്, ബബിൾസ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തീ നിർത്താം. ഇതിന് വെട്ടി തിളപ്പിക്കാൻ നിൽക്കണ്ട, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തൊക്കെ നമുക്കൊന്ന് കടുക് വറുത്തൊഴിക്കണം. അതിനായിട്ട് ഒരു പാനെടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇടുക. ഉലുവ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് 3 ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് ബ്രൗൺ നിറം ആകണം. ചുവന്നുള്ളി ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് 3 വറ്റൽമുളക് മുറിച്ചതിട്ട് കൊടുക്കാം. മുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ 2 തണ്ട് കറിവേപ്പില നമുക്ക് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. സെർവ് ചെയ്യാൻ നേരമാകുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ രുചികരമായ ചക്കക്കുരു തക്കാളിക്ക കറി റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവ് ചെയ്യാനായിട്ട് വിളമ്പുകയാണ്. ഇങ്ങനെ ഒരു കറി ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്കക്കുരു മാങ്ങ പോലെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണിതും. ഊണിന് നല്ലൊരു ഒഴിച്ചുകറിയായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും.